വെൽക്കം ബാക്ക് ടു അനദർ ബിഗ് എപ്പിസോഡ്. അങ്ങനെ കുറേ നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് തിരക്കുകളായതുകൊണ്ട് മാത്രമാണ് വീഡിയോകൾ ഇടാൻ പറ്റാതിരുന്നത്. എന്തായാലും പഴയത് കണക്ക് തിരിച്ചു വരാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പഴയതുപോലെ തന്നെ കയാക്കിംഗ് ചെയ്യാനായിട്ടാണ്. ഈ ഒരു പുതിയ തുടക്കത്തിൽ കുറച്ചൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള കയാക്കിംഗ് ചെയ്യാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഏകദേശം നല്ല രീതിക്ക് ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ ചെയ്യാനുള്ള പ്ലാനിങ്ങിലായിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കയാക്ക് ചെയ്യാനായിട്ടായിരിക്കും. ഇപ്പൊ സമയം ഏകദേശം ഒരു 5 മണി ആയിരിക്കുകയാണ്. സാധാരണ നമ്മൾ കയാക്കിങ് ചെയ്തൊരു 3 മണിക്കൂർ എടുത്താണ് കയാക്കിങ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു കയാക്കിങ് നമ്മളിപ്പോ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാനുള്ള പ്ലാനിലോട്ട് മാറിയിരിക്കുകയാണ്. മറ്റത് 3 മണിക്കൂർ എടുത്ത് നമ്മൾ കണ്ടതെല്ലാം ചുറ്റിക്കറങ്ങി വന്നുകൊണ്ടിരുന്ന കാര്യം ഇപ്പൊ സമയം ഇല്ലാത്തത് കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് വരുന്നത്. ഇപ്പൊ 3 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് തുഴയെന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത്. എന്നാൽ കിട്ടുന്ന സർവീസ് ആയാലും എല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പൊ അതിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും ഈ കയാക്കിംഗ് എങ്ങനെ ഉണ്ട്, എന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel alone. ഉഷ്ണൻ ജാക്കറ്റ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. Play with me like cats on the street. മെസ്സി വന്നിരിക്കുകയാണ് തൊഴാനായിട്ട്. ഇവർ രണ്ടുപേരും പറ്റിച്ച് നേരെ വള്ളത്തിൽ കയറി കവളം പറ്റിച്ച് ഇങ്ങനെ പറ്റിച്ച്. ഈ പുള്ളി നിങ്ങൾ നോക്കി വെച്ചോ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരാളാണ്. ഡാർക്ക് ലൈറ്റ് പ്രൊഡക്ഷൻ്റെ ഓണറാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫീസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ പുള്ളിയുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്താക്കാം. അതോടൊപ്പം തന്നെ എന്തൊരു ചെയ്യാനാ പോകുന്നത്. മെസ്സി വന്നിട്ടുണ്ട്. കുറെ നാൾക്ക് ഇഷ്ടമാണ് മെസ്സി വരുന്നത് തൊഴാനായിട്ട്. അപ്പൊ ഇവര് രണ്ടുപേരും നമ്മളെ കൺട്രി ബോർഡിൽ പോകണം. അപ്പൊ ഇവിടത്തെ വ്യൂ ഞാനപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. സൺസെറ്റ് ഏകദേശം ആയി തുടങ്ങി. അപ്പോൾ നമ്മളിനി ട്രെയിനിങ് സെക്ഷനിലോട്ട് പോവുകയാണ്. എല്ലാത്തിനും മുമ്പായിട്ട് നമുക്ക് ട്രെയിനിങ് മസ്റ്റായിട്ട് വേണ്ടതാണ്. അപ്പൊ ട്രെയിനിങ്ങിലോട്ട് നമുക്ക് കിടക്കാം. ഇപ്പൊ നിലവിൽ 4 പേര് മാത്രമാണ് കയാക്കിങ് പോകുന്നത്. ട്രെയിനിങ് സെക്ഷനാണ് നമുക്ക് നടക്കുന്നത്. ഇത് ഫസ്റ്റ് ടൈം അല്ല എല്ലാവരും. ഇതാണ് നമ്മളെ സെൻട്രൽ പോയിന്റ്. പാഡിന്റെ സെൻട്രൽ പോയിന്റ് ഇതാണ്. ഇത് നമ്മുടെ തലയ്ക്ക് മേളിൽ വയ്ക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു അപ്രോക്സിമേറ്റ് ഒരു 90 ഡിഗ്രി വരും. ഓവറായിട്ട് വൈഡും ആവാൻ പാടില്ല, അടുത്തും വരാൻ പാടില്ല. കാരണം ഇത് നമുക്ക് ആ പാഡലിങ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടത്തില്ല. അപ്പോൾ കറക്റ്റ് പവർ കിട്ടത്തില്ല. അതായത് 90 ഡിഗ്രി ആംഗിളിന്റെ കയ്യിലാണ്. ഓക്കെ, ഇതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഈ ബ്ലേഡിന്റെ കർവ് സൈഡ് അത് എപ്പോഴും നമ്മളെ ഫേസ് ചെയ്ത് തന്നെ ഇരിക്കണം. അത് ഫോർവേഡ് ചെയ്താലും റിവേഴ്സ് ചെയ്താലും അത് എപ്പോഴും നമ്മളെ ഫേസ് ചെയ്ത് തന്നെ ഇരിക്കണം. അതേ കണക്കിന് ഈ ബ്ലേഡിൽ വൺ സൈഡ് ഫ്ലാറ്റ് ആയിരിക്കും, വൺ സൈഡ് കുറച്ച് ഓവൽ ഷേപ്പ് കൂടുതലായിരിക്കും. ആ ഓവൽ ഷേപ്പ് കൂടുതൽ ആ ഭാഗം വാട്ടർ ഫേസ് ചെയ്ത് തന്നെ ഇരിക്കണം. ഓക്കെ ബ്രോ, ഷിഫ്റ്റ് ചെയ്തു. അതായത് ഇവിടെ കുറച്ച് ഓവൽ ഷേപ്പ് കൂടുതലായിരിക്കും, അത് വാട്ടർ ഫേസ് ചെയ്ത് തന്നെ ഇരിക്കും. ഓക്കെ, അപ്പം നമ്മൾ കയാക്കിലിരിക്കുന്ന നമ്മൾ ഈ ഒരു പൊസിഷനിലായിരിക്കും നമ്മൾ കയാക്കിലിരിക്കുന്നത്. കാല് സ്ട്രെയിറ്റ് ആവത്തില്ല, കുറച്ച് ബെൻഡ്, ഓവറും ബെൻഡ് ആവത്തില്ല, ഒരു കുറച്ച് ബെൻഡായി കാല് വൈഡാക്കി കയാക്കിൻ്റെ സൈഡിൽ ടച്ച് ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ സ്റ്റേബിലിറ്റി കിട്ടും. അപ്പോൾ പാഡിൽ ചെയ്യാൻ നേരത്ത് നമ്മൾ കാലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പാഡിലെടുക്കണം. കുറച്ച് ഫുള്ള് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ. ഡിപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഫുള്ള് ഡിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫോഴ്സ് കിട്ടും. നമുക്ക് ഫോർവേഡ് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ആയിരിക്കും. 1 2 1 2 1 2. അത് നമ്മളൊരു ചെസ്റ്റ് പൊസിഷനിലായിരിക്കണം പാഡിൽ ഇരിക്കുന്നത്. അത് ചെസ്റ്റ് പൊസിഷൻ നമ്മൾ ഇങ്ങനെ വേണ്ട, ഈ ഒരു പൊസിഷൻ കീപ്പ് ചെയ്താൽ മതി.
ഇതെന്റെ മൂന്നാമത്തെ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ മൂന്നാമത്തെ എക്സ്പീരിയൻസിലാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിക്കുന്നത് കേട്ടോ. ഇതിന് മുമ്പുള്ള കയാക്കിങ്ങൊന്നും എനിക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ കയാക്കിനോട്ട് കയറിയാണ്. ഓരോരുത്തരായിട്ട് കയറുന്നത്. നമ്മൾ ഡബിൾ കയാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി കുറച്ച് നേരം ഇനി വെള്ളത്തിലാണ് ഇനി നമ്മുടെ ബാക്കി പരിപാടികളെന്ന് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. You don't ever wanna give me wings. You don't ever wanna set me free. ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? ബാദർന്ന് പറയടാ. എടാ താരിക്കാരൻ നിന്നോടാ ചോദിച്ചത്. എന്നാ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ. ബ്രേക്ക് ഔട്ട് ചെയ്ത്. ബ്രേക്ക് എവിടെ? ബ്രേക്കിന്റെ ബ്രേക്ക് എവിടെ? Everything is like a test. I better not text or I'll come off desperate. But if I lay down and I play dead and I stay dead, baby you'll get sick of being the monster out of my head, under my bed, thinking something out of my nightmares. This is called as kangaroo water. ಇದು ಒಂದು ಚಿನ್ನ ಕಣ್ಣಲ್ಲಿ ಬ್ರೋ വൈകുന്നേരം വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. വൈകുന്നേരം വന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ മതി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പെൻഡ് ചെയ്ത് കിട്ടിലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ താഴെ കൊടുത്താക്കാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. അതിൽ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ വിഷ്ണുണ്ട്, പുള്ളിയുടെ ഒരു വെഡിങ് ഫോട്ടോഗ്രാഫി പേജുണ്ട്. ഞാൻ അതുകൂടി മെൻഷൻ ചെയ്താക്കാം. നിങ്ങൾക്ക് കയറി ചെക്കൗട്ട്. അപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ബാംഗ്ലൂരിലെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരാണ് നല്ല കിട്ടിലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു 2 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ താഴെ കൊടുത്താക്കാം. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ എല്ലാ വാട്ടർ ആക്ടിവിറ്റീസും കിട്ടുന്നതാണ്. ബാംഗ്ലൂർ വരാനായിട്ട് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കയറി വരുന്നുണ്ടോ? വയ്യാത്ത കൈയും കാലും വെച്ച് പുഴക്കിടന്ന് നീന്താ. പിന്നെ വയ്യാത്ത കൈയും കാലും നിങ്ങളെക്കാളും സ്ട്രോങ് എന്റെ കൈയും കാലും. പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ പുഴയിൽ ഇറങ്ങുന്നേ. ഈ പുഴയ്ക്ക് എന്നെ അറിയാം. എനിക്ക് പുഴയിൽ അടുത്ത വികലാംഗ കായികമേളയ്ക്ക് എനിക്ക് നീന്തൽ മത്സരത്തിന് പേര് കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം തവളചാട്ടത്തിന് അപ്പം കഴിക്കും എനിക്കായിരുന്നല്ലോ സമ്മാനം. ഒരു ഒളിമ്പിക്സ് ആണ് എന്റെ ലക്ഷ്യം. സോ അങ്ങനെ കയാക്കിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിരിക്കുകയാണ്. ഇതെൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് നൈറ്റ് കയാക്കിങ് ചെയ്യുന്നത്. കിട്ടില്ല എക്സ്പീരിയൻസ് ആണ്. മറ്റെല്ലാം രാവിലെയും നട്ടുച്ചയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിലാവൊക്കെ നല്ല ഈ കാണാനും പറ്റി. നമ്മുടെ കൂടെ വന്ന ഗൈഡ്സ് ആയാലും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നല്ല കിട്ടില്ലായിട്ട് എൻജോയ് ചെയ്ത് കിട്ടില്ലായിട്ട് ഞാൻ എൻജോയ് ചെയ്ത്. അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന എല്ലാം കയാക്സ് ആണ്. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്താക്കാം. അതുപോലെ തന്നെ നമ്മളെ വിഷുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ അവർ ചെയ്തു തരും. വീഡിയോഗ്രാഫിയും കംപ്ലീറ്റ്ലി ചെയ്തു തരും. ബർത്ത്ഡേ വെക്സ് എവിടെയായാലും അവരൊന്ന് ചെയ്തു തരുന്നതാണ്. ഞാൻ പുള്ളിയുടെ നമ്പറോട് തന്നാക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തൊന്ന് കോൾ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ് പെഡലും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സമയമില്ലായിരുന്നു. നെക്സ്റ്റ് ടൈം ഞാൻ വരുന്ന സമയത്ത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അപ്പം ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പം ടിൽ ദെൻ ബൈ ഫോർ നൗ. ബൈ. You don't ever wanna set me free. You know I'm addicted to you, and it's twisted. You've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. I got issues in my